welcome to my class. Today we are going to study about frame of reference. Frame of reference is a topic in mechanics. Mechanics is a branch of physics which deals with the study of motion. മോഷനുമായി റിലേറ്റഡ് ആയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഫിസിക്സിലെ ഒരു ഭാഗമാണ് മെക്കാനിക്സ്. മെക്കാനിക്സിൽ തന്നെ മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ ഡീൽ ചെയ്യുന്ന ബ്രാഞ്ചാണ് ക്ലാസിക്കൽ മെക്കാനിക്സ്. മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ ഡീൽ ചെയ്യുന്ന ബ്രാഞ്ചാണ് ക്വാണ്ടം മെക്കാനിക്സ്. ഇതിൽ ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ ബേസിക് ആയിട്ടുള്ള ലോസ് ആണ് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ. ദാറ്റ് ഈസ് ഫണ്ടമെന്റൽ ഫിസിക്കൽ ലോസ് ഓഫ് ക്ലാസിക്കൽ മെക്കാനിക്സ് ആർ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ. ഇതിൽ 3 ലോസ് ആണ് ന്യൂട്ടൺ തന്നിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ലോയിൽ പറയുന്നത് എന്താണ്? എവറി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ in a straight line unless it is compelled to change that state by external forces acting on it. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന വരെയും ഒരു ബോഡി അതിന്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണെങ്കിലും അത് യൂണിഫോം മോഷനിലാണെങ്കിലും അത് കണ്ടിന്യൂ ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഫസ്റ്റ് ലോയിലൂടെ കോൺസെപ്റ്റ് ഓഫ് ആബ്സല്യൂട്ട് റെസ്റ്റ് അതുപോലെ തന്നെ യൂണിഫോം മോഷൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ന്യൂട്ടൺ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷേ ഈ ഒരു ആബ്സല്യൂട്ട് റെസ്റ്റ് അല്ലെങ്കിൽ യൂണിഫോം മോഷൻ എന്നിങ്ങനെയുള്ള സ്റ്റേറ്റ് ഒബ്സർവ് ചെയ്യാൻ ഈ ഫ്രെയിം ഓഫ് റെഫറൻസ് ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. അതാണ് നെക്സ്റ്റ് പറയുന്നത്. ദി കോൺസെപ്റ്റ് ഓഫ് ആബ്സല്യൂട്ട് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഇൻവോൾവ്സ് ദി കോൺസെപ്റ്റ് ഓഫ് ഫ്രെയിം ഓഫ് റെഫറൻസ് വിച്ച് with respect to which the state of rest or of uniform motion observed. ഈ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസിനെ വിത്ത് റെസ്പെക്ട് ചെയ്തിട്ടാണ് ഒരു ഒബ്ജക്റ്റിന്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഒക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഈ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസിനെ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മളൊരു റൈറ്റ് ഹാൻഡഡ് ഓർത്തോഗണൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ഇവിടെ വരച്ചിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മളൊരു ഫ്രെയിം ഓഫ് റെഫറൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിലൊരു പോയിന്റ് ഉണ്ട് P. ഇതൊരു പാർട്ടിക്കിളിന്റെ പൊസിഷനാണ്. അതുപോലെ അതിലേക്കുള്ള പൊസിഷൻ വെക്റ്റർ R വരച്ചിട്ടുണ്ട്. ഈ ഒരു പൊസിഷൻ വെക്റ്റർ R നമുക്ക് XYZ എന്നീ 3 കോർഡിനേറ്റ്സിന്റെയും ടേംസിൽ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. ഇവിടെ XI പ്ലസ് YJ പ്ലസ് ZK എന്നാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ IJK എന്ന് പറയുന്നത് യൂണിറ്റ് വെക്റ്റേഴ്സ് അലോങ് X, Y ആൻഡ് Z ആക്സിസ് റെസ്പെക്റ്റീവ്ലി. ഇനി ഇപ്പൊ നമ്മളുടെ ആ ഒബ്ജക്റ്റ് റെസ്റ്റിലാണ്. ഇനി അത് മൂവ് ചെയ്യാണെന്ന് വിചാരിക്കും. മൂവ് ചെയ്യുമ്പോൾ അതിൽ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ ടൈമിനനുസരിച്ചുള്ള ആ ചേഞ്ചിനെ dr/dt വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. അങ്ങനെ ടൈമിനനുസരിച്ച് ഡിസ്റ്റൻസ് മാറുന്ന സമയത്ത് അതിന് വെലോസിറ്റി കൈവരും. സോ dr/dt can be expressed as v. That is v equal to dr/dt which is equal to dx/dt I cap plus dy/dt j cap plus dz/dt k cap. ഈ ഒരു പൊസിഷന്റെ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ ഇത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നത് ഈ പാർട്ടിക്കിളിന്റെ വെലോസിറ്റിയും ചേഞ്ച് ചെയ്യുന്ന കേസാണ്. വെലോസിറ്റി ചേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ പാർട്ടിക്കിൾ ആക്സിലറേറ്റഡ് ആയി എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് എഴുതാം. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ഇതാ കണ്ടോ, ഈ പൊസിഷന്റെ ഈ ഒരു ഡെറിവേറ്റീവിന് ഒന്നുകൂടി ഈ ഒരു ഡിഫറൻഷ്യലിന് ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ d²r/dt² which is equal to d²x/dt² I plus d²y/dt² j plus d²z/dt² k. അങ്ങനെ നമ്മൾ ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ, വെലോസിറ്റി, ആക്സിലറേഷൻ എന്നീ കാര്യങ്ങൾ ഒരു ഫ്രെയിമിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് എക്സ്പ്രസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫ്രെയിം ഓഫ് റെഫറൻസ് വെച്ചിട്ട് മോഷനെ എക്സ്പ്രസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ടോപ്പിക് ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ എന്ന് നോക്കാം. ഇനേർഷ്യൽ ഫ്രെയിംസ് ആർ ദി ഫ്രെയിംസ് ഇൻ വിച്ച് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ആർ ഹോൾഡിംഗ് ഗുഡ്. അതായത് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ട്രൂ ആയിട്ടുള്ള ഫ്രെയിംസിനെ നമ്മൾ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയും. ഇങ്ങനെയുള്ള ഫ്രെയിമിൽ F = ma എന്നുള്ള ഇക്വേഷൻ ഓഫ് മോഷൻ ട്രൂ ആയിരിക്കും. അതുപോലെ തന്നെ ഇത് വേറെ 2 പ്രത്യേകതകൾ എന്തൊക്കെയാണെങ്കിൽ ഇത് നോൺ ആക്സിലറേറ്റിംഗ് ആണ്, അതുപോലെ തന്നെ നോൺ റൊട്ടേറ്റിംഗും ആണ്. അങ്ങനെയുള്ള ഫ്രെയിംസിനെ നമ്മൾ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയും. അപ്പോൾ ഇതിന്റെ എക്സ്പ്ലനേഷന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 2 ഫ്രെയിംസ് കാണിച്ചിട്ടുള്ളത്. ഇതിൽ ഒരു ഫ്രെയിം S ആണ്, മറ്റേത് S' ആണ്.
ഓക്കെ, ഇനി എന്താ പ്രത്യേകത നോക്കാം. Consider an inertial frame S and S dash is another frame moving with a uniform velocity v with respect to S. ഇവിടെ നമ്മൾ S എന്നുള്ളൊരു ഫ്രെയിം കൺസിഡർ ചെയ്തു, S dash എന്നുള്ള വേറൊരു ഫ്രെയിം കൺസിഡർ ചെയ്തു. S dash is moving with velocity v with respect to S. അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു കാര്യം പറയണം. എന്താണെന്ന് വെച്ചാൽ, ഇമാജിൻ ദാറ്റ് ഇനീഷ്യലി അറ്റ് ടൈം t equal to 0 the origins of the two frames O and O dash coincides. ഈ ഒരു സ്റ്റഡി ആരംഭിക്കുന്നതിന് മുമ്പ് ഈ O dash എന്ന് പറയുന്ന ഈ രണ്ട് പോയിന്റ്സും O and O dash എന്ന് പറയുന്ന ഈ രണ്ട് പോയിന്റ്സും കോയിൻസൈഡ് ചെയ്താണ് കിടന്നിരുന്നത് അറ്റ് ടൈം t equal to 0. ഇനി ടൈം കൂടുന്നതിനനുസരിച്ചിട്ടാണ് ഈ ഫ്രെയിം ഇങ്ങോട്ട് മൂവ് ചെയ്ത് വന്നത്. കണ്ടോ? അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അവയുടെ ആ ഒരു കോർഡിനേറ്റ്സ് തമ്മിലുള്ള റിലേഷൻ ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ. എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വി ടി, വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ, സെഡ് ഡാഷ് ഇസ് ഈക്വൽ ടു സെഡ്, ടി ഡാഷ് ഇസ് ഈക്വൽ ടു ടി. ഇവിടെ എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്തത് കൊണ്ട് അവിടെയുള്ള ഡിസ്പ്ലേസ്മെന്റ് കൂടി നമ്മളിവിടെ മൈനസ് ചെയ്താലേ ഉള്ളൂ നമുക്ക് എസ് ഡാഷിനെ പുതിയ കോർഡിനേറ്റുമായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വി ടി എന്ന് കാണിച്ചിരിക്കുന്നത്. കാരണം ഇവിടെ ഡിസ്റ്റൻസ് ഇവിടെ ഇത്രയും ട്രാവൽ ചെയ്ത് വന്നിട്ടുണ്ട്. പക്ഷേ വൈ ഡയറക്ഷനിലും സെഡ് ഡയറക്ഷനിലും ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് അവ അതുപോലെ തന്നെ എഴുതാം. പക്ഷേ എക്സ് ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ് വന്നതുകൊണ്ടാണ് എക്സ് ഡാഷ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് വി ടി എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെയൊക്കെ ജനറൽ ആയിട്ടുള്ള ഫോമാണ് ആർ ഇസ് ഈക്വൽ ടു ആർ ഡാഷ് പ്ലസ് വി ടി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആറ് എന്ന് പറയുമ്പോൾ ഡി അതിൽ എക്സ് വൈ സെഡ് മൂന്ന് കമ്പോണന്റും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ ഈ ഒരു കേസിൽ വൈ കമ്പോണന്റിലും സെഡ് കമ്പോണന്റിലും ഈ വി ടി എന്നുള്ള ടേം 0 ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ, സെഡ് ഡാഷ് ഇസ് ഈക്വൽ ടു സെഡ് എന്ന് എഴുതിയിരിക്കുന്നത്. പക്ഷേ എക്സ് കമ്പോണന്റിന് വി ടി നോൺ 0 ആണ്. അതുകൊണ്ട് നമ്മൾ അതവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സ്പ്രഷനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത് കിട്ടുന്നത്. ഡി ആർ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഡി ആർ ഡാഷ് ബൈ ഡി ടി പ്ലസ് വി. ഓക്കെ, ഇതിനെ നമ്മൾ ജസ്റ്റ് ഡി ആർ ബൈ ഡി ടിനെ സ്മോൾ വി ആയിട്ടും ഡി ആർ ഡാഷ് ബൈ ഡി ടിനെ സ്മോൾ വി ഡാഷ് ആയിട്ടും പിന്നെ ഇത് ക്യാപിറ്റൽ വി ആയിട്ടും എക്സ്പ്രസ് ചെയ്തു. ഇതിൽ സ്മോൾ വി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ വിത്ത് റെസ്പെക്ട് ടു എസ്. വി ഡാഷ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ദി വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ വിത്ത് റെസ്പെക്ട് ടു എസ് ഡാഷ്. പിന്നെ വി എന്ന് പറഞ്ഞാൽ അറിയാലോ, വെലോസിറ്റി ഓഫ് ഫ്രെയിം എസ് ഡാഷ് വിത്ത് റെസ്പെക്ട് ടു ഫ്രെയിം എസ്. ഇനി ഇതിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് ഇത്. അപ്പോൾ ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആക്സിലറേഷൻ്റെ എക്സ്പ്രഷനാണ്. അതായത് ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ എന്ന് പറയുന്നത് എ ആണ്, ഡി സ്ക്വയർ ആർ ഡാഷ് ബൈ ഡി ടി സ്ക്വയർ എന്ന് പറയുന്നത് എ ഡാഷ് ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു ഇനേർഷ്യൽ ഫ്രെയിം, അപ്പോൾ ഇതിന് വിത്ത് റെസ്പെക്ട് ടു ഇത് മൂവ് ചെയ്ത ശേഷം കിട്ടിയ ആ ഒരു എക്സ്പ്രഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതെല്ലാതും എഴുതിയിരിക്കുന്നത്. ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് പറയുന്നത്, ഇഫ് വൺ ഫ്രെയിം എസ് ഡാഷ് ഈസ് ഇനേർഷ്യൽ ദെൻ ഓൾ ദോസ് ഫ്രെയിംസ് വിച്ച് ആർ ഇൻ യൂണിഫോം റിലേറ്റീവ് മോഷൻ വിത്ത് റെസ്പെക്ട് ടു എസ് ആർ ഓൾസോ ഇനേർഷ്യൽ. അതായത് ഇവിടെ ഈ എസ് ഡാഷ് എന്നുള്ള ഫ്രെയിം എസിനെ വിത്ത് റെസ്പെക്ട് ചെയ്ത് യൂണിഫോം മോഷനിൽ ഏർപ്പെട്ട ഫ്രെയിമാണ്. അപ്പോൾ ഇത് ഇനേർഷ്യൽ ആണെങ്കിൽ ഇതിനെ വിത്ത് റെസ്പെക്ട് ചെയ്തിട്ട്, അതായത് എസ് എന്ന ഫ്രെയിമിനെ വിത്ത് റെസ്പെക്ട് ചെയ്ത് യൂണിഫോം മോഷനിൽ ഏർപ്പെടുന്ന എല്ലാ ഫ്രെയിംസും ഇനേർഷ്യൽ തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. In order to describe the motion of a particle, one can choose any inertial frame. In all inertial frame, equation of motion F is equal to ma is true. നമുക്ക് ഒരു മോഷൻ സ്റ്റഡി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഇനേർഷ്യൽ ഫ്രെയിമും യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഇനി എർത്തിൻ്റെ കേസിൽ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റഡി ചെയ്ത് നോക്കുകയാണെങ്കിൽ എർത്ത് റൊട്ടേറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എർത്തിൻ്റെ മുകളിൽ നമ്മളൊരു ഇനേർഷ്യൽ ഫ്രെയിം കൺസിഡർ ചെയ്യുക പറഞ്ഞാൽ അത് ശരിക്കും വാലിഡ് അല്ല, കാരണം എർത്ത് റൊട്ടേറ്റിംഗ് ആണ്. നേരെ മറിച്ച് സ്റ്റാറിൻ്റെയൊക്കെ കേസിൽ സ്റ്റാർ റൊട്ടേറ്റിംഗ് അല്ല, പിന്നെ
അത് അതിൻ്റെ പൊസിഷൻ തന്നെ വളരെയധികം കുറച്ച് വർഷങ്ങളെടുത്തേ മാറുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് അത് സ്റ്റേഷനറി എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് സ്റ്റാറിന് മുകളിൽ ഒരു ഇനേർഷ്യൽ ഫ്രെയിം കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞാൽ എർത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ കറക്റ്റാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷേ ഫോർ ഓർഡിനറി പർപ്പസസ് ദി ഇഫക്റ്റ് ഡ്യൂ ടു ദി റൊട്ടേഷൻ ഓഫ് എർത്ത് ഈസ് നെഗ്ലക്റ്റഡ് ആൻഡ് ദി ഫ്രെയിംസ് ഫിക്സഡ് ഓൺ എർത്ത് ഈസ് കൺസിഡർ ആസ് ഇനേർഷ്യൽ ഫ്രെയിം. ഓർഡിനറി പർപ്പസിന് വേണ്ടിയിട്ട് എർത്തിന് മുകളിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു ഇനേർഷ്യൽ ഫ്രെയിമിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് പറയുന്നത് കേട്ടോ. ആ ഒരു റൊട്ടേഷൻ വഴിയുള്ള പ്രശ്നങ്ങളെല്ലാം നെഗ്ലക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. പിന്നെ മെയിനായിട്ട് പറയുന്ന വേറൊരു പോയിന്റ്, മോഷൻ ഓഫ് എ ബോഡി മേ എപ്പിയർ ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് ഇനേർഷ്യൽ ഫ്രെയിംസ് എന്നാണ്. അതായത് നമുക്ക് ഒരു ബോഡിയുടെ മോഷനെ ഏത് ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്ന് വേണമെങ്കിലും, ഏത് ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്ന് വേണമെങ്കിലും ഒബ്സർവ് ചെയ്യാം. പക്ഷേ ഓരോ ഫ്രെയിമിൽ നിന്നും നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ഓരോ തരത്തിലായിരിക്കും ഒബ്ജക്റ്റിൻ്റെ മോഷൻ ഉണ്ടാവുക. അപ്പോൾ അത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു